ആതിര, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹം പുറത്തു വരികയാണ്. അദ്ദേഹത്തിന്റെ ഫോൺ അദ്ദേഹത്തിന് ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അപ്പോൾ ആഴ്ചകൾ മുൻപ് അദ്ദേഹം നടത്തിയ ഒരു പരാമർശമുണ്ട്. എന്റെ ഫോണിൽ പല നേതാക്കളുടെയും പല രഹസ്യങ്ങളുമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പാസ്കോഡ് പറഞ്ഞു കൊടുക്കാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ പുറത്തു വരുന്നതോടുകൂടി ആരായിരിക്കും വീഴാൻ പോവുക? ഈ പറയുന്ന പിണറായി മന്ത്രിസഭയിൽ നിന്നൊരു വാക്യം കേൾക്കുന്നുണ്ട്, പണി വരുന്നുണ്ട് അവറാച്ച. രാഹുൽ പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത് തന്നെ രാഹുലും പറഞ്ഞു മാക്സിമം എന്റെ കയ്യിൽ നിന്ന് ഈ ഡോക്യുമെന്റ്സും ഡേറ്റാസും ഒക്കെ പോലീസ് വഴി നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷെ നടക്കില്ല എന്ന് രാഹുൽ അന്ന് ഈ പറയുന്ന ചോദ്യം ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു. എന്നുവെച്ചാൽ എന്നെ മാത്രം നീ ഒന്നും കൊടുക്കാനുള്ള പലരും ഇനിയിപ്പോ കൊടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ കുടുങ്ങാൻ പോവുകയാണ് ഞാൻ ഇറങ്ങുന്ന സമയത്ത്. അപ്പൊ അതായിരുന്നു ഈ വെയിറ്റിംഗ് എന്ന് പറയുന്നത്. രാഹുൽ ഇറങ്ങി അല്ലെങ്കിൽ ജാമ്യം കിട്ടി ഇറങ്ങുന്ന സമയത്ത് ഇനി നമ്മൾ പ്രതീക്ഷിക്കാൻ പോകുന്നത് മേ ബി ഒരു പ്രിപ്പറേഷൻ ഒക്കെ ശേഷം ഒരു പ്രസ് മീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പരാതികളുടെ കുത്തൊഴുക്കായിരിക്കാം. ഈ പറയുന്ന രീതിയിൽ CPM-ന്റെ എത്ര നേതാക്കന്മാരാണ് കുടുങ്ങാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് കാരണം ഈ രാഷ്ട്രീയ ഈ ചരിത്രമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പൊ ഒരു പീഡന പരാതി കോൺഗ്രസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് CPM-ൽ നിന്ന് ഒരെണ്ണം വരും. കാരണം എന്നാലേ അതൊരു ബാലൻസ് ആവത്തുള്ളൂ. പ്രത്യേകിച്ചൊരു നിർണായകമായ നിയമസഭ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഇവർ ഏറ്റവും കൂടുതൽ ഇപ്പുറത്ത് ഭരണപക്ഷം ഉപയോഗിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന രീതിയിലായിരിക്കും. അപ്പോ ഇപ്പുറത്ത് അതിനെ ബാലൻസ് ചെയ്യാൻ സ്വർണ്ണക്കൊള്ള മാത്രം പോരാ. അപ്പൊ ഇങ്ങനെ ഒരു ഇപ്പൊ മുകേഷിന്റെ പേര് എത്ര കാലം കൊണ്ട് പറയും, അല്ലെങ്കിൽ ഗണേഷ് കുമാറിന്റെ വിഷയമൊക്കെ എത്ര കാലം കൊണ്ട് പറയും. അതിന്റെ അപ്പുറത്തേക്കും പുതിയതായിട്ടൊരു അപ്കമിങ് കേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു രാഷ്ട്രീയ കളത്തിൽ ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ, ഒരു ജനങ്ങളിലേക്ക് അതൊരു ഇൻഫ്ലുവൻസ് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ രാഹുൽ ഇനി പൊട്ടിക്കാൻ പോകുന്ന ബോംബുകൾ ഇനി അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ടത്. ഈ കണ്ണൂർ സഖാക്കന്മാർ പൊട്ടിക്കുന്ന പോലെ ഈ ഓലപ്പന്തുകളൊന്നും ആയിരിക്കത്തില്ല. അതിന്റെ അപ്പുറത്തേക്കും പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ കയ്യിൽ തെളിവുകളുണ്ട്, എന്റെ കയ്യിൽ കുറെ ഡേറ്റാസ് ഉണ്ട്, എന്റെ ലാപ്ടോപ്പിൽ അതുണ്ട്, എന്റെ ഫോണിൽ ഇതുണ്ട്. ഇതൊന്നും നമ്മൾ ആരും അല്ല പറഞ്ഞിട്ടുള്ളത്, രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് ആർക്ക് ഇനിയിപ്പോ മറ്റൊരു സംശയം എന്ന് പറയുന്നത് ഇനിയിപ്പോ സ്വന്തം താവളത്തിലേക്കുള്ളതാണോ കോൺഗ്രസിലേക്ക് തന്നെ ഉള്ളതാണോ എന്ന് സംശയിക്കുന്നു. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന പോലെ കോൺഗ്രസിനെ വെറുപ്പിക്കാനുള്ള സാധ്യത ഭയങ്കര കുറവാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ എന്തായാലും കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കാനാണ് സാധ്യത. അപ്പോൾ ഈ ബോംബിടാൻ പോകുന്നത് CPM-ന്റെ നമ്മുടെ ഇടത് പാളയങ്ങളിലേക്ക് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു സൈഡിനെ സാധൂകരിക്കുന്ന ഒരു പോയിന്റാണ്. മൂന്നാമത്തെ പരാതി വന്നതിന് ശേഷം ഇടത് സൈബർ ഇടങ്ങളൊന്നും രാഹുലിനെ അങ്ങനെ ട്രോളുന്നില്ല. ആദ്യത്തെ പരാതിയൊക്കെ വന്നപ്പോ കോഴിയെന്നും ഈ പറയുന്ന പോലെ ട്രോളുകൾ, ഈ സുമാരക്കുറിപ്പ് ഒളിവിൽ പോയതിന്റെ ട്രോളുകൾ, ഈ ഭഗീരഥൻ പിള്ളയുടെ ട്രോളുകൾ, ഇതൊന്നും കാണുന്നില്ല. മൂന്നാമത്തെ പരാതി വന്നപ്പോഴേക്കും ഇടത് വളയങ്ങൾ ഒന്ന് സൈലന്റ് ആയിട്ടുണ്ട്. അതപ്പോ എന്തെങ്കിലും പേടിച്ചിട്ടാണോ എന്നുള്ള സ്വാഭാവികമായ സംശയം നമുക്ക് തോന്നും. ക്യാപ്സ്യൂളുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും. നമ്മൾ അച്ചടക്ക നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അല്ലാതെ ആവശ്യമില്ലാതെ ആ ചെറുക്കനെ പോയി ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവനെങ്ങാനും വല്ലതും വിളിച്ചു പറഞ്ഞാൽ നമ്മളൊക്കെ ഇതേപോലെ പോയി നിൽക്കേണ്ടി വരും. ആ ഒരു ക്യാപ്സ്യൂളുകൾ ആയിരിക്കാം. അല്ലെങ്കിൽ അതിനെ ഒരു എനിക്ക് ഈ പറയുന്ന മൂന്നാമത്തെ പരാതിയൊക്കെ വന്ന സമയത്ത് ഭരണപക്ഷം മെച്യൂർ ആയെന്നൊക്കെ തോന്നിപ്പോയി. മെച്യൂർ ആയിട്ടൊരു പരാതിയെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഒരു അതിജീവിതമാരുടെ രക്ഷകൻ എന്ന് പറയുന്ന ഒരു കിരീടം അണിഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യം ഉണ്ടായപ്പോ ഇപ്പുറത്ത് നിന്നും CPM-ന്റെ അകത്ത് ആ ഒരു സമയത്തായിരുന്നു കാസർഗോഡ് നിന്നൊരു CPM-ന്റെ അകത്ത് തന്നെയുള്ള ഒരു പാർട്ടി നേതാവിനെതിരെ ഒരു പരാതി വരികയും ആ യുവതി കാലങ്ങളായി പാർട്ടിക്കകത്ത് പരാതി പറഞ്ഞിട്ട് അവർ തെരുവിലേക്ക് ഇറങ്ങി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ആ പുള്ളിയെ പാർട്ടി പുറത്താക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു ന്യൂസ് വാല്യൂ ഉള്ള ഒരു കണ്ടന്റ് ആവുകയോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം കേസിൽ അങ്ങ് മുങ്ങി പോവുകയാണ് ചെയ്തത്. കാരണം ആ പെൺകുട്ടി കേസ് കൊടുത്ത് അങ്ങനെ പോയിട്ടില്ല, അതിന്റെ അപ്പുറത്തേക്കായിരുന്നു ബാക്കി പാർട്ടി തന്നെ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു CPM നേതാവിനെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് ഏതെങ്കിലും ഒരു നേതാവിനെതിരെ ഇത്തരം ഒരു പരാതി വന്നാൽ അതൊരു വലിയ വൈറൽ കണ്ടന്റ് ആവും. ശരി, അങ്ങനെയാണ് പറയേണ്ടത്. നമ്മൾ ഈ പറഞ്ഞില്ലേ, മൂന്നാമത് പരാതി വന്നപ്പോൾ ആർക്കും ഇത് ആഘോഷിക്കേണ്ട. ഇനി രാഹുലിനെതിരെ നാലാമതൊരു പരാതി വന്നാലും അവൻ അങ്ങനെയാണ്, അങ്ങനെ അങ്ങ് പോട്ടെ എന്നുള്ളൊരു ലൈനിലേക്ക് പോകും. അത് എപ്പോഴും അങ്ങനെയായിരിക്കും നമ്മൾ ചിന്തിക്കുക. അതുപോലെ ആയിരിക്കില്ല ഇനി CPM-ൽ ഒരു നേതാവിനെതിരെ ഒരു പരാതി വന്നാൽ. ഇപ്പോൾ ഈ പറയുന്ന പോലെ ശബരിമല സ്വർണ്ണക്കൊള്ള കൊണ്ടേ ഉത്തരം മുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവർക്കുള്ളത്. ഒന്നും പറയാനില്ല, തിരിച്ചു ഒന്നും ചെയ്യാനില്ല, ഒരു നടപടിയെടുത്ത ചരിത്രം അവർക്കില്ല. ഇതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു സ്ത്രീ പീഡന കേസും കൂടി വന്നാൽ എടുത്താൽ പൊങ്ങാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇനി ഈ പറയുന്ന പോലെ ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ വിഷയം തന്നെയാണ്. പക്ഷെ ഒരു സ്ത്രീ പീഡന പരാതിക്ക് കൂടുതൽ TRP റേറ്റിംഗും കൂടുതൽ വ്യൂവർഷിപ്പും ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ആൾക്കാർ എപ്പോഴും കാണുന്നത് തന്നെയായിരിക്കും. CPM-ന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇവർക്ക് ആരെയും പുറത്താക്കുന്നതിനോട് ഒരു താല്പര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇവർ പുറത്താക്കുകയാണെങ്കിൽ
പാർട്ടിക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരെ ഒന്നെങ്കിൽ പിടിച്ചു കെട്ടി നിർത്തുക, അല്ലെങ്കിൽ അതെ. പാർട്ടി അത്രയും പ്രതിരോധത്തിൽ ആൾക്കാരെ അടിച്ചു പുറത്താക്കുക. ഈ 2 പരിപാടി മാത്രമേ CPM ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഈ സ്ത്രീ പീഡനം നടത്തുന്നവരെയോ അല്ലെങ്കിൽ അതിന്റെ അകത്ത് മറ്റു കൊള്ളയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ എപ്പോഴും കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു പാർട്ടിയായിരുന്നു CPM എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് ഒരു സെറ്റിൽമെന്റുകളാണ് പലപ്പോഴും നന്നാക്കുന്നത്. ഈ പീഡിപ്പിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആക്രമിക്കുന്ന ആൾക്കാരെ, ഗർഭിണിയാക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് നീ നന്നായിക്കോണം, അല്ലെങ്കിൽ പാർട്ടിയുടെ കയ്യിലിരിപ്പ് അല്ലെങ്കിൽ പാർട്ടി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരത് നിർത്തുമോ എന്നുള്ളത് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് ഈ വന്ധ്യതയ്ക്കൊക്കെ CPM-ന്റെ ഈ പാർട്ടി ഓഫീസിലേക്ക് വിട്ടാൽ മതിയല്ലോ, കാരണം അവർക്ക് ഇത്തരത്തിലുള്ള ഒരു കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ എന്നുള്ളൊരു പലപ്പോഴും തോന്നിപ്പോരും. പക്ഷെ ആ ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന കോൺഗ്രസ് രാഹുൽ മാങ്കുട്ടത്തിലും പുറത്താകുന്നത്. അതൊരു വലിയ മാതൃകാ നടപടിയായിരുന്നു. നമുക്ക് ഈ എനിക്കൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എടുത്തു വെക്കാൻ പറ്റിയൊരു ചീട്ടായിരുന്നു VD സതീശന്റെ മറ്റേ ബൂംചിക്കവാ ഷോട്ടായിരുന്നു. ഞങ്ങൾ പുറത്താക്കിയില്ലേ, നിങ്ങളെ പോലെ കൂടെ ചേർത്ത് നിർത്തുകയാണോ ചെയ്യുന്നത്? തീവ്രത അളക്കാനുള്ള മെഷീൻ കൊണ്ട് ഞങ്ങൾ പോയി രാഹുൽ മാങ്കുട്ടത്തിൽ തീവ്രത ഇല്ലാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പരാതി വന്നു, കേസ് പോയ സമയത്ത് തന്നെ ഞങ്ങൾ അവനെ പുറത്താക്കി. ഇനി ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഈ രാജി ഒപ്പിട്ട് തരണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ സ്വമേധയാ വെക്കണ്ടേ, അല്ലെങ്കിൽ രാജി തോന്നി അങ്ങോട്ട് ഒപ്പിട്ട് തരിക, അല്ലെങ്കിൽ ഈ പറയുന്ന കേസ് രജിസ്റ്റർ ചെയ്ത് അങ്ങനെ പോയി തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രാജി നമുക്ക് അല്ലാതെ തന്നെ വാങ്ങാൻ പറ്റും. രാജി വെക്കണം എന്ന് പറയുന്ന നിയമമുണ്ട്. അല്ലാതെ ഈ പറയുന്ന കാര്യം കോർട്ടിൽ നിൽക്കുന്ന ഒരു കേസിനകത്തിൽ അയാൾ കുറ്റക്കാരനാണെന്നുള്ളത് തെളിയാത്തൊരു സാഹചര്യത്തിൽ പോയി നമുക്ക് രാജി പിടിച്ചു കുത്തി വാങ്ങാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ അന്തസ്സോടെ പുറത്താക്കിയിട്ടുണ്ട്. ആ അന്തസ്സില്ലായ്മ കാണിക്കുന്ന CPM ആണ് ഇപ്പുറത്ത് നിന്ന് ഞങ്ങളെ ഈ പ്രതിരോധത്തിലാക്കാൻ നോക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസിന് നിലനിൽക്കാൻ വേണ്ടി, പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ രാഹുൽ മാങ്കുട്ടത്തിന്റെ ആ ഒരു പുറത്തേക്ക് ഇറങ്ങലിന് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് CPM തന്നെയാണ്. ഇപ്പൊ സൈബർ ഇടങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒന്നും അനങ്ങുന്ന പോലും ഇല്ല. കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഈ പറയുന്ന അതിജീവിതയുടെ രക്ഷകന്റെ ആ ഒരു കുപ്പായം എടുത്തിട്ട് ഈ പറയുന്ന പിണറായി വിജയൻ സഖാവ് പ്രസ് മീറ്റിലേക്ക് വന്ന് പറയാൻ പോകുന്നത്, ഞങ്ങൾ ഈ കേസ് ഇവിടെ നിന്നും വിടാൻ പോകുന്നില്ല, ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ്, ഈ ചായക്കപ്പിൽ നിന്ന് ചായ കുടിച്ച് അവസാനിപ്പിക്കുന്നു, ഈ കേസിന് വേണ്ടി ഞങ്ങൾക്ക് സുപ്രീം കോടതി വരെ പോകാൻ പറ്റുമെങ്കിൽ അവിടെ വരെ ഞങ്ങൾ പോകുന്നതാണ് എന്ന് പറഞ്ഞ് ഒരു ജനങ്ങളെ വീണ്ടും പൊടിയിൽ അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വീണ്ടും ആ കേസ്, അല്ലെങ്കിൽ അവൻ അങ്ങനെ രക്ഷപ്പെട്ടതൊന്നുമല്ല, താൽക്കാലിക ജാമ്യമാണ്, അങ്ങനെയുള്ള ഒരു നിലപാടുകൾ അറിയിക്കാൻ വേണ്ടി എന്തായാലും സഖാക്കന്മാർ വരും. അതിന്റെ അപ്പുറത്തേക്കും ക്യാപ്സ്യൂളുകളെയൊക്കെ ഒന്ന് ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. അതെ, കൃത്യമായ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എറിയുന്ന ഓരോ ബുള്ളറ്റും നേരെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ പാളയത്തിൽ വന്ന് തന്നെയാണ് തറയ്ക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് കുറച്ചു കാലത്തേക്ക് ഈ ബുള്ളറ്റുകളൊന്നും വിടാതിരിക്കുക. പറഞ്ഞ് അല്ലെങ്കിൽ ഇവനെ അങ്ങനെ ചെയ്യണം, അങ്ങനെ ഇവനെ അത്രത്തോളം ഇനി പറഞ്ഞ് ഇവർക്കെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഒരു തീവ്രത അളക്കുന്ന മെഷീൻ കൊണ്ട് തന്നെ ട്രോള് നേടിയ ഒരു സർക്കാരാണ്. പിന്നെ മണിയാശാന്റെ കുറേയധികം പ്രഖ്യാപനങ്ങൾ കൊണ്ട്. അതെ, ഈ പുറത്താക്കാത്ത ആൾക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ഒരു ആരോപണം ഉന്നയിച്ചു, അദ്ദേഹത്തെ പുറത്താക്കി, പക്ഷെ ആരോപണ വിധേയനായ ആൾ ഇപ്പോഴും അവിടെയുണ്ട്. അതുപോലെ ഈ പാർട്ടി വിട്ടു പോകുന്ന ആൾക്കാരെ എല്ലാം കൊല്ലണമെന്ന് പരസ്യമായി പറഞ്ഞ MM മണിയെ പോലുള്ള ആൾക്കാർ, ഇത് മാത്രമല്ല MM മണിയുടെ പരാമർശങ്ങൾ പലതും നടത്തിയിട്ടുണ്ട്. ഇവരെ ആരെയും പുറത്താക്കാത്ത ഒരു പാർട്ടി, എന്നാൽ ശബ്ദമുയർത്തുന്നവർക്കെതിരെ നടപടിയെടുക്കും, അതിജീവിതമാർക്കൊപ്പമാണ്. ശരിക്കും എന്താണ് ഇവരുടെ സ്റ്റാൻഡ് എന്നാണ് മനസ്സിലാവുന്നത്. നമ്മളിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ശബരിമലക്കുള്ള കേസ്, രാഹുൽ മാങ്കൂട്ടൻ കേസ്, ഇതൊന്നും മണിയാശൻ അഭിപ്രായം ചോദിച്ചിട്ടില്ല. അഭിപ്രായം ചോദിച്ചിരുന്നെങ്കിൽ പുള്ളി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചും കൂടി എളുപ്പമായേനെ. ഈ തെളിവുകൾ അങ്ങോട്ട് കൊടുത്താൽ മതി. കാരണം ഇയാളുടെ വായിൽ തന്നെ വരുന്നുണ്ടല്ലോ, ഞങ്ങൾ ഇതിനു മുമ്പ് എത്ര പീഡനങ്ങൾ നടത്തിയിട്ടുണ്ട്, എന്നിട്ട് ഞങ്ങൾ ഇത്ര സ്വതന്ത്രമായി ഇവിടെ ജീവിക്കുന്നില്ല. അതിനുള്ള സ്കില്ല് വേണം. ആ സ്കിൽ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ ഭരിക്കുന്നു. ഇതൊന്നും മനസ്സിലാക്കാത്ത കുറെ പറയുന്ന ഈ പട്ടികൾ ഞങ്ങളുടെ പെൻഷൻ വാങ്ങി പറ്റിയിട്ട് ചതിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. പുള്ളിയോടാണ് ശരിക്കും ഇതിനെ പറ്റി ഒരു അഭിപ്രായം ചോദിക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം പുറത്തേക്ക് വരുന്നു. ഇനി ആരൊക്കെയാണ് ഈ പറയുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടം തെളിവുകൾ നിരത്തി നിങ്ങളെ അകത്ത് അല്ലെങ്കിൽ പെടുത്താൻ പോകുന്ന നേതാക്കന്മാർ, നിങ്ങളുടെ ഉള്ളിൽ ആരൊക്കെയാണെന്ന് അയാളോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരങ്ങൾ കിട്ടും.